നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി അങ്ങോട്ട് കല്യാണ സീസണാണ്. അപ്പോൾ നമുക്ക് കല്യാണത്തിന് പോവാനും ഒരുങ്ങിയൊക്കെ നടക്കാനും ഈ ചിങ്ങമാസം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരുങ്ങി നടക്കാനുണ്ട് സന്തോഷത്തിൻ്റെ സമയമാണ് അല്ലേ. ഏറ്റവും കൂടുതൽ നമ്മൾ ഒരുങ്ങി നടക്കാനും കല്യാണത്തിനൊക്കെ പോവാനും ഒരുപാട് ഫങ്ഷനൊക്കെ വരുന്ന ഒരു സമയമാണ് ചിങ്ങമാസം. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിങ്ങമാസം ആയതിനാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മേക്കപ്പിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ കൂടുതൽ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് പോരട്ടെ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഇപ്പോൾ 2-3 ദിവസമായിട്ട് ചിലർ ചോദിച്ചിരിക്കുന്നു മസ്കാരയുടെ ചേച്ചി മസ്കാരയുടെ യൂസ് ഒന്ന് പറയാമോ. അപ്പോൾ എനിക്ക് മനസ്സിലായി മസ്കാര എന്താണെന്നും മസ്കാര യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അറിയാൻ മേലാത്ത ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോ അതാവട്ടെ എന്ന് കരുതി. അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. നിങ്ങളിലേക്ക് നിങ്ങളെല്ലാവരുടെ അടുത്തോട്ടും ഒരുപാട് സ്നേഹത്തോടെ ഞാൻ അങ്ങ് ഇറങ്ങി വരും. എനിക്ക് സത്യം അങ്ങനെയൊക്കെ പറയാനാണ് തോന്നുന്നത്. എനിക്ക് എല്ലാവരുടെ അടുത്തും ഒരുപാട് സ്നേഹമായി. നമ്മുടെ സബ്സ്ക്രൈബ് ഇപ്പോൾ ഒരു 60-ന് ശേഷം പെട്ടെന്നാണ് കേട്ടോ കൂടുന്നത്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ 70 ആകും, പിന്നെ 80 ആകും, പിന്നെ 90 ആകും, പിന്നെ 100 ആകും. ചിങ്ങത്തിന് ഓണത്തിന് മുമ്പ് വരുമില്ലായിരിക്കും അല്ലേ. ഓണത്തിന് മുമ്പ് നമുക്ക് പ്ലേ ബട്ടൺ കിട്ടിയില്ലെങ്കിലും 100K ഓണത്തിന് മുമ്പ് എല്ലാവരും കൂടെ ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് കിട്ടും. കാര്യം എന്താണെന്നറിയുമോ, എൻ്റെ തൈരിൻ്റെ വീഡിയോ എത്രയായി ഇപ്പം 7 ലക്ഷത്തിന് അടുത്ത ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പം ആ 7 ലക്ഷം ആൾക്കാർ കണ്ടുപോയല്ലോ. നിങ്ങൾക്ക് ഗുണവും കിട്ടി, നിങ്ങൾ കാണുകയും ചെയ്തു. ഇപ്പോഴും അതിന് ഒരുപാട് കമൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല പ്രയോജനമായി, നല്ല വെളുത്തു ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തോരം കമൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ 7 ലക്ഷം അടുത്ത ആൾക്കാർ കണ്ട അത്രയും വ്യൂവേഴ്സുള്ള എല്ലാവരും ഓരോ ലൈക്ക് തരുവാണെങ്കിൽ എനിക്ക് ലൈക്കും തരണം കേട്ടോ. ഓരോ സബ്സ്ക്രൈബ് ചെയ്തതില്ലാത്ത ഉപകാരമല്ല. എല്ലാവർക്കും ഒന്ന് സബ്സ്ക്രൈബ് ഞെക്കുവാണെങ്കിൽ അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബ് ആകും. അപ്പോൾ എനിക്ക് 100K ആകും. 100K പോലും നമുക്ക് വന്നിട്ടില്ല. അപ്പം 7 ലക്ഷം അടുത്ത ആൾക്കാർ നമുക്ക് കണ്ട വീഡിയോ ഉണ്ട് എനിക്ക്. അപ്പോൾ അത്ര ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിലോ അപ്പം നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഗുണമായി നിങ്ങളങ്ങ് പോയി. എനിക്കൊരു സബ്സ്ക്രൈബ് തരാൻ പറഞ്ഞാൽ ആരും തരുന്നില്ലല്ലോ. അപ്പോൾ എന്ത് കുറവാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന ആൾക്കാരെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക എല്ലാവരും. അപ്പോൾ ആരെങ്കിലും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സന്തോഷമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അതിൻ്റെ കൂടെ ഓൾ എന്ന ഓപ്ഷൻ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണത്തില്ല, ഒരു ബെല്ലിൻ്റെ. അപ്പം അതിലും ഒന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. ആ ഓൾ എന്ന ഓപ്ഷൻ അതും ഒന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഞാനിടുന്ന എല്ലാ വീഡിയോസും, അതായത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതും പാർലറിൽ പോകാതെ തന്നെ നമുക്ക് പാർലറിൽ പോകാൻ പറ്റുന്നവരൊക്കെ പോകണം. നമുക്ക് ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷനൊക്കെ നമുക്ക് കിട്ടും. നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്ന, നമുക്ക് നല്ലപോലെ വെളുക്കാവുന്നതും നമ്മുടെ ഡ്രൈനെസ് മാറുന്നതും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ എൻ്റെ ഓയിൽ തേച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും എത്രയോ ജനങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് നല്ല കളർ വന്നു, ഫേഷ്യൽ ചെയ്തതിന് തുല്യമായി, നല്ല സ്കിന്നൊക്കെ നല്ല ചെറുപ്പമായി, നല്ല കറുപ്പൊക്കെ മാറി എന്നൊക്കെ നിങ്ങൾ പറയുന്നല്ലോ. അപ്പം നിങ്ങളെല്ലാവരുടെ അടുത്തും പറഞ്ഞൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഞാൻ നിങ്ങൾക്ക് ഇത്രയും അങ്ങോട്ട് തരുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് എല്ലാവരും എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എന്താ കുഴപ്പം. ഞാനിങ്ങനെ നേരത്തെ ഒന്നും ഞാൻ പറയത്തില്ലായിരുന്നു കേട്ടോ. സത്യമായിട്ടും ഇപ്പോൾ എനിക്ക് 100K ആകണമെന്നൊരാഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഞാൻ ഇന്ന് മുഖത്ത് ഫേഷ്യലോ അങ്ങനെയുള്ള ഒന്നുമല്ല കേട്ടോ. മസ്കാര എന്താണെന്ന്, മസ്കാരയെ പറ്റിയും മസ്കാര എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതും മസ്കാര യൂസ് ചെയ്ത് നമ്മുടെ കണ്ണിൻ്റെ ഭംഗി കൂട്ടാവുന്ന ഒക്കെ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയാണ് ഇന്ന് വന്നത്. അപ്പോൾ ഇത്രയും നാളായിട്ട് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. കാരണം ചിങ്ങമാസം ആയില്ലേ നമുക്ക്. എനിക്കിന്നൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം വലിയ മേക്കപ്പൊന്നും ഞാൻ ചെയ്തില്ല. ഞാൻ മോയ്സ്ചറൈസർ ഇട്ടു, സൺസ്ക്രീൻ ലോഷൻ ഇട്ടു. ഇപ്പം ഭയങ്കര വെയിലല്ലേ, അതുകൊണ്ട് സൺസ്ക്രീൻ ലോഷൻ ഇട്ടു,
പിന്നെ സാധാ പൗഡർ എടുത്ത് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്തു. കോമ്പാക്റ്റ് പൗഡർ പോലും എടുത്തില്ല. പിന്നെ ഈ ഡ്രസ്സ് ഇടുമ്പം മുഖത്തിനൊരു റോസ് കളറാണ് കേട്ടോ. അതിൻ്റെ ഹസ്ബൻഡ് എനിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് മേടിച്ച് തന്നെ. ഇച്ചിരി വില കൂടുതലൊക്കെയാണ്, നിങ്ങളെ സംബന്ധിച്ചുകൊണ്ട് വില കൂടുതലായിരിക്കത്തില്ല. പക്ഷെ ഞാൻ എടുക്കുന്ന ചുരിദാർ ഞാനൊരു 1000-ന് താഴെ ഒരു 500-നൊക്കെ കിട്ടുമെന്ന് ഞാൻ നോക്കും കേട്ടോ. ഞാൻ അങ്ങനത്തെ ആളാണേ. പക്ഷേ ഹസ്ബൻഡ് നേരെ തിരിച്ചാണ്. എനിക്ക് എപ്പോൾ ഡ്രസ്സ് എടുത്ത് തന്നാലും ഒരു 3000 അടുത്ത് അങ്ങനെ എനിക്ക് ഡ്രസ്സ് എടുത്ത് തരത്തുള്ളൂ കേട്ടോ. ഇതെന്നെ കാണാതെ എന്നോട് പറയാതെ പോയി എനിക്ക് എടുത്തുകൊണ്ട് തന്ന ഡ്രസ്സാണ് കേട്ടോ. പക്ഷേ നല്ല തുണിയാണ്, നല്ല ഇടുമ്പോഴൊക്കെ നല്ല സൂപ്പറാണ്, നല്ല സുഖമാണ് ഇട്ടാൽ കേട്ടോ. അതാണ് വിലയുടെ വ്യത്യാസം. അതൊക്കെ നമുക്കറിയാം. എങ്കിലും നമ്മൾ വിചാരിക്കും നമ്മൾ എന്തിനാണ് ഞാനിങ്ങനെ വിചാരിച്ചാണ് എടുക്കാത്തത് കേട്ടോ. അല്ലാതെ എനിക്ക് വലിയ വിലയുടെ എന്തിനാണ് നമ്മൾ ഒത്തിരി വിലയുടെ ഡ്രസ്സൊക്കെ, ഞാൻ അങ്ങനെ ഒരു ആളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എന്താ പറയാൻ വന്ന മറന്നുപോയി. അപ്പോൾ നമുക്കിന്ന് മസ്കാരയെ പറ്റി പറയാം കേട്ടോ. ഇപ്പം ഞാൻ ഇവിടെ 2 തരത്തിൽ മസ്കാര എടുത്ത് വെച്ചിട്ടുണ്ട്. ഏത് ഷേപ്പിലും സൈസിലും ഒക്കെ നമുക്ക് മസ്കാര കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിനെപ്പറ്റി അറിയണ്ട. അതൊക്കെ നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരാമെന്ന് കരുതി. ഒരിക്കലും നമ്മൾ ഷെയ്ക്ക് വെൽ ബിഫോർ യൂസ് എന്ന് കാണത്തില്ലേ ഓരോരോ കുപ്പികളിൽ. അപ്പോൾ നമ്മൾ ഈ മസ്കാര മാത്രം നമ്മൾ ഇങ്ങനെ വെക്കരുത് ഒരിക്കലും. മസ്കാര എപ്പോഴും ഇങ്ങനെ വെക്കണം. നമ്മൾ തൈരും മോരൊക്കെ പണ്ടിരുന്ന് കടയിൽ നിന്ന് കണ്ടിട്ടില്ലേ ഓരോ അമ്മമാരൊക്കെ. അപ്പം അതുപോലെ വെച്ചിട്ടാണ് നമ്മൾ മസ്കാര യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള മസ്കാര ആണെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് വേണം അത് യൂസ് ചെയ്യാൻ. അതിനകത്തൊരു ബ്രഷുണ്ട്. ആ ബ്രഷിലോട്ട് മസ്കാര ഇങ്ങനെ പിടിക്കണം. അത് ഇങ്ങനെ വെച്ചാൽ ഒരിക്കലും പിടിക്കത്തില്ല. ഇങ്ങനെ വെച്ചിട്ട് വേണം മസ്കാര യൂസ് ചെയ്യാനായിട്ട്. പിന്നെ എപ്പോഴാണ് മസ്കാര യൂസ് ചെയ്യേണ്ടത്? നമ്മൾ താഴെ കണ്ണിൻ്റെ അടി കാജൽ എഴുതി മേളിൽ ഐലൈനർ കൊണ്ട് ചെറുതായിട്ടൊന്ന് വരച്ചു. അപ്പോൾ നമ്മുടെ പീലി നമുക്ക് നന്നായിട്ട് നമുക്ക് പീലി ഉണ്ട്. പക്ഷേ അത് നമ്മൾ അത് ശരിക്കും അതിനെ ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഐലാഷസ് നല്ലപോലെ വളരാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. നമ്മുടെ അലോവേര മുഖത്ത് തേക്കത്തില്ലേ നമ്മൾ, ഫ്രഷ് അലോവേര, അത് എടുക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഇങ്ങനെ പീലിയിലും പുരികത്തേലും ഒക്കെ ഒന്ന് ആക്കി കൊടുക്കുവാണെങ്കിൽ നല്ല സൂപ്പറാണ് കേട്ടോ. നല്ല കറുത്ത് ഇടതൂർന്ന് കൺപീലികൾ വളരും. നമുക്ക് ഇപ്പം നമ്മൾ ഓർക്കും കൺപീലിയോ അതെന്തിനാ അത് അങ്ങനെയൊക്കെ. പക്ഷേ നമ്മൾ ഒന്ന് ഒരുങ്ങി ഇറങ്ങുമ്പോഴോ അല്ലെങ്കിലോ ഒക്കെ നമ്മുടെ കണ്ണിന് നല്ല ഭംഗി. എനിക്ക് പണ്ട് മുതലേ കൺപീലി ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പണ്ട് മുതലേ എൻ്റെ കണ്ണിനെ വിട്ടിട്ടൊരു എനിക്ക് കണ്ണ് ഞാൻ കാജൽ എഴുതും, ഐലൈനർ എഴുതും, മസ്കാര എനിക്കത് വേണം. മക്കളും ഇപ്പോൾ അതുപോലെ തന്നെ കണ്ടുപഠിച്ച് വരുവാ കേട്ടോ. രണ്ടും ഞാൻ എപ്പോഴും പറയും, എപ്പോഴും ഒന്നും എഴുതരുത്. അമ്മ ഇങ്ങനെ എപ്പോഴും എഴുതി അമ്മയ്ക്ക് വല്ല കണ്ണിന് വല്ല അസുഖം വരുമോന്നൊന്നും അറിയില്ല. അതുകൊണ്ട് നിങ്ങളങ്ങനെ എഴുതും. അപ്പോൾ ഉടനെ ചോദിക്കും അമ്മ എഴുതുന്നോ എന്ന് ചോദിക്കും കേട്ടോ. പക്ഷേ എനിക്കങ്ങനെ കണ്ണെഴുതിയേ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ നല്ല പ്രോഡക്റ്റ്സ് നോക്കി വാങ്ങിക്കുക. ചീത്തയൊന്നും കണ്ണിൽ കുറച്ച് ക്വാളിറ്റി കുറവുള്ളതും ഒന്നും കണ്ണിൽ യൂസ് ചെയ്യരുത് കേട്ടോ. അതൊക്കെ ഒരു പ്രധാന കാര്യമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെ നമ്മൾ നല്ലപോലെ എടുത്തിട്ട് ഇങ്ങനെ തുറന്നിട്ട് നമ്മൾ കുറച്ച് മാറ്റി ഇതായത് കണ്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്രഷ് ഇരിക്കുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും അറിയാൻ പാടില്ലാത്ത കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് കാണും കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെയാണ്. ഇപ്പം കാണത്തില്ല, ഞാൻ അങ്ങോട്ട് മാറ്റി പിടിക്കുന്നവർ അങ്ങോട്ട് പോകുന്നു. ഇപ്പം കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്രഷ് ഇരിക്കുന്നത്. ഒരുമാതിരി മുള്ളു പോലെ ഇരിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മുടെ ഇങ്ങനെ പീലിയിലോട്ട് ഇങ്ങനെയൊന്ന് നമ്മൾ റോൾ ചെയ്ത് ഇങ്ങനെ വെക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം. പിന്നെ കണ്ണിൻ്റെ അടിയിലത്തെ പീലിയില്ലേ, ആരും ശ്രദ്ധിക്കത്തില്ലല്ലോ പാവത്തിനകന്നും, അവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാകും നിങ്ങളുടെ കണ്ണ്. നിങ്ങൾ കണ്ണെഴുതുമ്പോൾ ഈ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. ഇപ്പം നമുക്ക് എത്ര പ്രായം ഉള്ള ആൾക്കാരാണ് ഇതിൻ്റെ ഇങ്ങനെയാണ് കേട്ടോ. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ കണ്ടോ, എല്ലാം പല ഷേപ്പിലാണ് കേട്ടോ. ഇത് പല ഷേപ്പിലുള്ള കിട്ടും. നമുക്ക് ഏതാണോ നല്ലത്. പിന്നെ എപ്പോഴും വലിയ എന്താ കുറച്ച് ക്വാളിറ്റിയുള്ള വാങ്ങിക്കുക കേട്ടോ. മേബിലിൻ്റെ നല്ല കേട്ടോ. കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്യാം കേട്ടോ. മേബിലിൻ്റെ നല്ലതാണ്, ലാക്മേ നല്ലതാണ്, ലോറിയൽ നല്ലതാണ്. ഒന്നും വേണ്ട, കളർ സെൻസ് അതും സൂപ്പറാണ് കേട്ടോ. നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല, അതും നല്ലതാണ് കേട്ടോ. പിന്നെ ഒത്തിരിയും നമ്മൾ കുറച്ച് വിലയൊന്ന് നോക്കി വാങ്ങിക്കുക, അത്രയും മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ കണ്ണ് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് കണ്ണിനെ ഒന്ന് ഭംഗിയാക്കുക. അപ്പോൾ ഇതിപ്പം ഈ വീഡിയോ ആയിട്ട് ഇപ്പോൾ വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ,
ഇനിയിപ്പം ഓണമൊക്കെയാണ്, നമുക്ക് നന്നായിട്ട് ഒരുങ്ങിയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകണം. കല്യാണങ്ങളൊക്കെ ഒരുപാട് വരുന്നു. അപ്പോൾ മസ്കാരയുടെ ഒരു മസ്കാര കേട്ടോ. അപ്പോൾ അറിയാൻ മേലാത്തവർക്ക് പറഞ്ഞാൽ അറിയാവുന്നവരെന്നെ ചീത്ത വിളിക്കല്ലേ. അപ്പോൾ അറിയാൻ മേലാത്ത ഒരുപാട് പേര് നമ്മുടെ അടുത്തുണ്ട്. ഒത്തിരി അമ്മമാർ ഒത്തിരി അമ്മമാർ 10, 75, 76, 78, 80 വയസ്സ് വരെ ഉള്ളവരുണ്ട് നമ്മുടെ അടുത്ത്. അവരൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഒത്തിരി സന്തോഷമാണ് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട്. അപ്പോൾ അവരെല്ലാം ഓരോന്നെല്ലാം ചെയ്യാൻ തുടങ്ങി. മുഖത്ത് സൗന്ദര്യം കൂടി, മുഖത്തിന് കളർ വന്നു, മുഖത്തിന് ഗ്ലോ വന്നു, മുഖത്തിൻ്റെ ആ ഡ്രൈനസ് മാറി, മുഖത്തിൻ്റെ ഈ മുരി പോലെ ആയിപ്പോയവരുടെ മുഖം വരുന്നത് സൂപ്പറായെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഓയിൽ തേച്ചിട്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തു തരുവേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. ഈ മസ്കാരയെ പറ്റി അറിയാൻ പാടില്ലാത്തവർ ഒന്ന് കമൻറ്റ് ചെയ്യണം. എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. ചിലർക്കൊക്കെ പേടിയാകട്ടോ. മക്കൾ കാണും, പിന്നെ മരുമക്കൾ കാണും, പിന്നെന്താ മോൻ വഴക്ക് പറയും. ഇങ്ങനെയൊക്കെ എന്തിനാ അങ്ങനെയൊക്കെ? നമ്മുടെ മക്കളാണ്, നമുക്ക് എന്തും ചെയ്യാം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മക്കളെ പേടിക്കണമെന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ വളർത്തി നമ്മുടെ മക്കളാണ്. അപ്പം നമ്മുടെ ഇഷ്ടം, നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മതി മക്കളുടെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ. അങ്ങനെ ഒരർത്ഥമല്ല ഞാൻ പറഞ്ഞാൽ, മനസ്സിലായില്ല നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ ഓയിൽ വാങ്ങിച്ചിട്ട് ഇങ്ങനെ കമൻ്റ് ഇട്ടാൽ മോൻ കാണും, മക്കൾ കാണും എന്നൊക്കെ പറയുന്ന കുറേ പേരുണ്ട് കേട്ടോ. പക്ഷേ ഒരു കണക്കിന് ചിലപ്പം അവരങ്ങനെ അങ്ങ് ജീവിക്കുന്നതുകൊണ്ടായിരിക്കും അല്ലേ. സാരമില്ല പോട്ടെ. അപ്പം അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അതുകൊണ്ട് കമൻ്റ് ഒന്നും ഇടുവേലായിരിക്കും മസ്കാരയെ പറ്റി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ എത്രയോ അമ്മമാരുണ്ട്, ഹസ്ബൻഡൊക്കെ മരിച്ചു പോയിട്ട് ഇങ്ങനെ മക്കളെ താങ്ങി ജീവിക്കുന്നവർ. അപ്പോൾ അവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന കുറേ ആൾക്കാരെ എനിക്കറിയാം. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു മടിയായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് അവരെ ഒന്നും നിർബന്ധിക്കേണ്ട. അല്ലാത്തവർ എനിക്ക് എന്ത് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ടുള്ളവരെല്ലാവരും മസ്കാര യൂസ് ചെയ്തിട്ടുള്ളവരാണോ, എത്ര പേർക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം. അപ്പോൾ എനിക്ക് സന്തോഷമാകും കേട്ടോ. അപ്പോൾ മസ്കാരയെ പറ്റി എല്ലാവർക്കും മനസ്സിലായല്ലോ. നാളെ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. പിന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ, ഓയിലിനെ പറ്റിയാണ്. ഇപ്പം ഞാൻ ഇത്രയും നേരം വന്നിരുന്നിട്ട് അഡ്രസ്സ് എഴുതുമായിരുന്നു. അപ്പോൾ പിന്നെ ഡൽഹിയിലേക്ക് 2 പേർക്ക് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കൊറിയർ ഓഫീസ് വഴി അന്വേഷിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കാം കേട്ടോ. നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളുടെ കയ്യിൽ ഓയിൽ എത്തിച്ചിരിക്കും. അതുകൊണ്ട് ഒരു മനസമാധാനക്കേടും വിചാരിക്കേണ്ട. ഞാൻ അതെങ്ങനെയായാലും ഞാൻ തിരക്കിയിട്ട് അത് നിങ്ങൾ വിഷമിക്കുകയേ വേണ്ട കേട്ടോ. ഡൽഹിയിലോട്ടാണ് കേട്ടോ. 2 പേരും ഡൽഹിയിൽ നിന്നാണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമായിരിക്കും കൊറിയർ ഓഫീസിൻ്റെ. അതുകൊണ്ടായിരിക്കും, അല്ലെ അവർക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്ന 5-6 ദിവസത്തിനുള്ളിൽ കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ഇന്ന് അവധിയൊന്നുമില്ല കേട്ടോ. ഇന്ന് അയ്യങ്കാളി ദിനമാണെങ്കിലും ഇന്ന് അവധിയൊന്നുമില്ല കൊറിയർ ഓഫീസിന്. അപ്പോൾ ഞാൻ കുറച്ച് ഡിലേ ആയി കേട്ടോ. 2 ദിവസമായിട്ട് നല്ല തിരക്കായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് നാളെ മുതൽ നല്ല ത്രൂ ആയിട്ട് നമ്മുടെ ഓയിലിൻ്റെ കൊറിയർ ഓഫീസുമായിട്ട് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ പോകുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇതുപോലത്തെ മേക്കപ്പിനോട് സംബന്ധിച്ചിട്ടുള്ള വീഡിയോയും, ഇടയ്ക്ക് നമ്മുടെ മുഖത്ത് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഞാൻ ഇന്നലെ ഇട്ടത് കൊളാജൻ കൂട്ടുന്ന ഒരു കൊളാജൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്ന ഒരു ഇതല്ലേ നമ്മൾ ഇന്നലെ ഇട്ടത്. ഓട്സും ഏത്തപ്പഴവും തേനും. എൻ്റെ മുഖത്ത് രാവിലെ നല്ല ഗ്ലോ ആയിരുന്നു കേട്ടോ. നമ്മൾ കാണാനുള്ള ഗ്ലോയിനെക്കാട്ടിലും കൂടുതൽ നമ്മുടെ ചർമ്മത്തിനത് നല്ല ചർമ്മത്തിനെ ടൈറ്റാക്കും, ചർമ്മത്തിൻ്റെ സാഗിങ്ങൊക്കെ തടയും. കൊളാജൻ കൂട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ. ആഴ്ചയിലൊന്ന് എല്ലാവരും മസ്റ്റായിട്ട് ഇന്നലത്തെ വീഡിയോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ടും മേക്കപ്പിൻ്റെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കൂ, പറഞ്ഞു തരാം. അപ്പോൾ ബൈ.